നമസ്കാരം. മലയാള സിനിമയും ഹൈപ്പും ഈ രണ്ട് വാക്കുകളും അത്രയ്ക്കങ്ങ് കൂട്ടിച്ചേർത്ത് വായിക്കാൻ സിനിമാ പ്രേമികൾക്ക് ഭയമാണ്. കാരണം ഈ രണ്ട് കോമ്പിനേഷനുകൾ അത്ര സുഖകരമായിട്ടുള്ള റെക്കോർഡുകളല്ല മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അങ്ങനെ എത്തിയ ചില ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ തകർന്നടിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ആ സിനിമകൾക്ക് പ്രേക്ഷക ശ്രദ്ധ നേടാൻ വളരെ പ്രയാസപ്പെട്ട സാഹചര്യമൊക്കെ മുൻകാല മലയാള സിനിമ ചരിത്രത്തിൻ്റെ വലിയ ഭാഗമാണ്. അങ്ങനെ ഈ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞു വയ്ക്കാൻ പോകുന്നത് മലയാള സിനിമ കണ്ട് എക്കാലത്തെ മികച്ച ഹൈപ്പിലെത്തിയ ചില ചിത്രങ്ങളെക്കുറിച്ചാണ്. എന്നാൽ ആ ചിത്രങ്ങളൊന്നും ബോക്സ് ഓഫീസിൽ കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടില്ലെന്ന് മാത്രമല്ല, ആരാധകരുടെ ലിസ്റ്റിലും ഈ സിനിമകൾക്ക് കാര്യമായ സ്ഥാനമില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അങ്ങനെയുള്ള ചിത്രങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞു വയ്ക്കുന്നത്. വുഡ്സ് അൺനോൺന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാൽ, പത്രം, ഒടിയൻ, ഈ മൂന്ന് കാര്യങ്ങളും അന്നത്തെ ഹർത്താലിൽ നിന്നും ലാലേട്ടൻ ആരാധകരും സിനിമാ പ്രേമികളും ഒഴിവാക്കിയതാണ്. കാരണം ഒടിയൻ റിലീസായ ദിവസം ഹർത്താൽ ഉണ്ടായിരുന്നു എന്നത് എത്ര വർഷം കഴിഞ്ഞാലും നമ്മൾ മറക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ഹർത്താൽ ദിനം തന്നെയാണ്. മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ ഹൈപ്പ് കൂടിയ ചിത്രമായിരുന്നു ഒടിയൻ. അതിന് പ്രധാനപ്പെട്ട കാരണം ലാലേട്ടൻ്റെ മേക്ക് ഓവറും അതിൻ്റെ കഥാസാഹചര്യം തന്നെയാണ്. ഒരു കാലത്ത് കേരളത്തിൽ വളരെയധികം സജീവമായിരുന്ന ഒടിയന്മാരെ കുറിച്ചാണ് ആ ചിത്രം പറഞ്ഞു വെച്ചത്. ചിത്രത്തിന് മുമ്പ് തന്നെ മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ സിനിമ ആയിരിക്കുമെന്ന തരത്തിലാണ് അത് മാർക്കറ്റ് ചെയ്യപ്പെട്ടത്. എന്നാൽ ചിത്രം ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ വളരെ നെഗറ്റീവ് റിപ്പോർട്ടുകൾ എത്തിത്തുടങ്ങി. അതേസമയം ചിത്രത്തിൻ്റെ ഡയറക്ടറും ഏറിപ്പോയ ശേഷം ഇതുവരെ ഇറങ്ങാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട സത്യമാണ്. നരസിംഹത്തിന് 6ാം തമ്പുരാനുണ്ടായ മകനാണ് ഒടിയൻ എന്നാണ് അദ്ദേഹം റിലീസിന് മുമ്പ് പറഞ്ഞത്. എന്നാൽ റിലീസിന് ശേഷം അദ്ദേഹം ഇത്തരം വാക്കുകൾ പറയാൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. അടുത്തൊരു ചിത്രം 1996 റിലീസായ പ്രിൻസ് എന്ന ചിത്രമാണ്. മോഹൻലാൽ ആരാധകർ പോലും ഒരുപക്ഷെ മറന്നുപോയൊരു ചിത്രം എന്ന് നമുക്ക് പറയേണ്ടി വരും. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെ സംവിധായകൻ തന്നെയാണ്. ഭാഷ ചെയ്ത സുരേഷ് കൃഷ്ണ ചെയ്യുന്ന അടുത്ത സിനിമ എന്ന ഹൈപ്പാണ് പ്രധാനമായും ഈ ചിത്രത്തിനുണ്ടായിരുന്നത്. എന്നാൽ ചിത്രത്തിൻ്റെ ഡബ്ബിങ്ങിലടക്കം പറ്റിയ പാളിച്ച ആരാധകർ അത്ര ക്ഷമിക്കാൻ തയ്യാറായില്ല. ചിത്രം വലിയ രീതിയിൽ വിജയമായിരുന്നെന്ന് മാത്രമല്ല, ഒരുപക്ഷെ സുരേഷ് കൃഷ്ണയുടെ കരിയറിലെ ഏറ്റവും വലിയ പരാജയ ചിത്രങ്ങളൊന്നായിട്ട് പ്രിൻസ് മാറുകയും ചെയ്തു. പിന്നീട് പിൽക്കാലത്തും സെലിബ്രേറ്റ് ചെയ്യപ്പെടാത്ത അല്ലെങ്കിൽ അധികമാരും ശ്രദ്ധിക്കപ്പെടാത്ത ലാലേട്ടൻ ചിത്രങ്ങളിൽ ഒന്നുകൂടിയാണ് പ്രിൻസ് പറഞ്ഞു വയ്ക്കുന്നത്. ഈ ലിസ്റ്റിലെ അടുത്ത ചിത്രം മലയാള സിനിമ കണ്ട എക്കാലത്തെ മികച്ച സിനിമയാകുമെന്ന് പലരും ഉറപ്പിച്ച മരക്കാറാണ്. റിലീസിന് മുമ്പ് തന്നെ കിട്ടിയ അവാർഡുകളുടെ ബലത്തിൽ മരക്കാർ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. പ്രിയദർശൻ എന്ന സംവിധായകൻ്റെ ഡ്രീം പ്രൊജക്റ്റായാണ് മരക്കാർ ആദ്യമേ തന്നെ മാർക്കറ്റ് ചെയ്യപ്പെട്ടത്. എന്നാൽ ചിത്രത്തിൻ്റെ ഡയലോഗുകളും ഡയറക്ഷനും അടക്കം വലിയ വിമർശനങ്ങൾ ചിത്രത്തിന് നേടുകയുണ്ടായി. റിലീസിൽ നിന്ന് വെളുപ്പിന് 12:04 ചിത്രത്തിൻ്റെ ആദ്യ ഷോ ആരംഭിച്ചത്. എന്നാൽ ആദ്യ ഷോയിൽ വളരെയധികം നിരാശരായ ആരാധകർക്ക് പിന്നീട് അങ്ങോട്ട് ആ ചിത്രം വലിയ രീതിയിൽ കാണാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാനോ തയ്യാറായിരുന്നില്ല. ചിത്രം വലിയ രീതിയിൽ ബോക്സ് ഓഫീസിലടക്കം പരാജയപ്പെട്ടു. റിലീസിന് മുന്നോടിയായത് OTT ഡയറക്റ്റ് റിലീസായി എത്തുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നെങ്കിലും പിന്നീട് തിയേറ്ററിക്കൽ റിലീസായി എത്തി പരാജയമാണ് ചിത്രത്തിന് നേരിടേണ്ടി വന്നത്. അടുത്ത ചിത്രം 2012 പുറത്തിറങ്ങിയ കാസനോവയാണ്. റോഷൻ ആൻഡ്രൂസ് എന്ന സംവിധായകന്റെ കരിയറിലെ ഏറ്റവും പീക്കിലൊരുങ്ങിയ ചിത്രമായിരുന്നു കാസനോവ. കം ഫോൾ ഇൻ ലവ് എന്ന ടാഗോട് കൂടിയാണ് ചിത്രം പുറത്തിറങ്ങിയത്. ഒരുപാട് റെക്കോർഡുകൾ ചിത്രം റിലീസിന് മുമ്പ് തന്നെ ഇടുകയുണ്ടായി. കാരണം ആ സമയത്ത് മലയാള സിനിമയിലെ ഏറ്റവും ബഡ്ജറ്റേറിയ സിനിമ എന്ന റെക്കോർഡിനപ്പുറം ഒരു ദിവസം 1000 ഷോ എന്ന റെക്കോർഡുകളടക്കം കാസനോവയ്ക്കുണ്ടായി. എന്നാൽ ചിത്രം വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടു. സാമൂഹ്യ മാധ്യമങ്ങൾ ഇല്ലാതിരുന്ന കാലമാകട്ടെ എന്ന് ലാലേട്ടൻ ആരാധകർ പോലും എടുത്തു പറയുന്ന ചിത്രമാണ് കാസനോവ. കാരണം ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു മോഹൻലാൽ ചിത്രമായിട്ട് ഇന്നും ആരാധകരുടെ മനസ്സിലുള്ളത് കാസനോവ തന്നെയാണ്. ചിത്രത്തിൻ്റെ പാട്ടുകൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും മറ്റു രീതിയിലുള്ള പല ആസ്പെക്റ്റുകളും വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടു. പ്രത്യേകിച്ച് സംവിധാനം, തിരക്കഥ, അഭിനേതാക്കളുടെ പ്രകടനം എല്ലാം വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടു. എന്നാൽ മലയാള സിനിമ കണ്ട ഏറ്റവും ഹൈപ്പേറിയ ചിത്രങ്ങളൊന്നായിരുന്നു കാസനോവ അതിറങ്ങിയപ്പോൾ. അടുത്ത ചിത്രം മമ്മൂട്ടി ആഷിഖ് കപൂർ കോംബോയിൽ വന്ന ഗാങ്സ്റ്ററാണ്. ആഷിഖ് കപൂർ എന്ന സംവിധായകന്റെ കരിയറിലെ ആദ്യ പരാജയം എന്നാണ് ഗാങ്സ്റ്റർ എന്ന ചിത്രത്തെ വിശേഷിപ്പിക്കുന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷം മമ്മൂക്കയുടെ ഗാങ്സ്റ്റർ വേഷം.
ചിത്രത്തിന് വേണ്ടി മമ്മൂക്ക 10 കിലോയോളം വെയിറ്റ് കുറച്ചു എന്നീ ഫാക്റ്റുകൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ചിത്രത്തിന് വേണ്ടി പ്രേക്ഷകർ കാത്തിരുന്നത്. എന്നാൽ ചിത്രം വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടു. മാത്രമല്ല മമ്മൂക്കയുടെ റിപ്പീറ്റ് വാല്യൂ കുറവുള്ള ചിത്രങ്ങളിലൊന്നായിട്ട് ഗാങ്സ്റ്റർ പിൽക്കാലത്ത് അറിയപ്പെടുകയും ചെയ്തു. അടുത്ത ചിത്രം അൽഫോൻസ് പുത്രൻ പൃഥ്വിരാജ് കോമ്പിനേഷനിൽ ഒരുങ്ങിയ ഗോൾഡ് ആണ്. 7 വർഷത്തെ കാത്തിരിപ്പിന് ഒടുവിലാണ് അൽഫോൻസ് പുത്രൻ ഒരു ചിത്രത്തിന്റെ സംവിധാനവുമായി രംഗത്ത് വന്നത്. ചിത്രത്തിൽ അഭിനയിക്കുന്നത് പൃഥ്വിരാജ് ആണെന്നുള്ളതും ചിത്രത്തിന്റെ പ്രധാന ഹൈലൈറ്റുകളിലൊന്നായി. എന്നാൽ ഒരുപാട് നാളുകളാണ് ചിത്രത്തിന് വേണ്ടി പ്രേക്ഷകർ കാത്തിരുന്നത്. ഷൂട്ട് പാക്കപ്പ് ആയിട്ടും പോസ്റ്റ് പ്രൊഡക്ഷന് വേണ്ടി ഏകദേശം 1.5 വർഷത്തോളം പ്രേക്ഷകരുടനീളം കാത്തിരുന്നു. എന്നാൽ ചിത്രം ഒരു തരത്തിൽ ആരാധകരെ തൃപ്തിപ്പെടുത്താത്ത ഒരു അൽഫോൻസ് പുത്രൻ ചിത്രമായിട്ട് അവശേഷിക്കുകയാണ്. അതിനെ തുടർന്നുണ്ടായ സൈബർ അറ്റാക്കുകൾ വലിയ രീതിയിൽ പ്രകോപിതരാവുകയും അത് ഇൻസ്റ്റയിൽ പോയിട്ട് ഒരുപാട് കമൻറ്റുകൾ അദ്ദേഹം ചെയ്യുകയും ചെയ്തു. വലിയ രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളടക്കം ചർച്ചാ വിഷയമായതും ഗോൾഡിൻ്റെ പരാജയം തന്നെയായിരുന്നു. ഈ ലിസ്റ്റിൽ പരാമർശിക്കേണ്ട ഒട്ടനവധി മറ്റു ചിത്രങ്ങളുണ്ട്. മമ്മൂക്ക നായകനായ മാമാങ്കം എന്ന ചിത്രം പ്രത്യേകമായി പരാമർശിക്കേണ്ടതാണ്. വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങിയ അല്ലെങ്കിൽ മമ്മൂക്ക ഒരുപാട് നാളുകൾക്ക് ശേഷം ഹിസ്റ്റോറിക് വേഷത്തിലെത്തിയ മാമാങ്കം വലിയ രീതിയിൽ വിമർശിക്കപ്പെടുകയും സാമ്പത്തികമായി പരാജയപ്പെടുകയും ചെയ്ത ചിത്രമാണ്. അതോടൊപ്പം തന്നെ ദിലീപ് നായകനായ അരുൺ ഗോപി ചിത്രം ബാന്ദ്രയ്ക്ക് വലിയ രീതിയിലുള്ള ആൻറ്റിസിപ്പേഷൻ പ്രേക്ഷകർക്കിടയിലുണ്ടായി. എന്നാൽ ചിത്രം വലിയ രീതിയിൽ പരാജയപ്പെട്ടു. അതേസമയം വലിയ രീതിയിൽ അല്ലെങ്കിൽ ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് വീണ്ടും ഒരു CBI സീരീസ് പ്രേക്ഷകരിലേക്ക് എത്തിയത്. അതും വലിയ രീതിയിൽ വിമർശിക്കപ്പെടുകയും സാമ്പത്തികമായി വിജയമല്ലാതെ പോവുകയും ചെയ്ത സിനിമയാണ്. കിങ് ഓഫ് കൊത്ത ദുൽഖറിന്റെ കരിയറിലെ ഏറ്റവും ഹൈപ്പോട് കൂടി ഇറങ്ങിയ ചിത്രമാണ്. എന്നാൽ ബോക്സ് ഓഫീസിൽ കളക്ഷൻ നേടിയെങ്കിലും ചിത്രം വലിയ രീതിയിൽ വിമർശനങ്ങൾ പിന്നീട് OTT റിലീസിന് ശേഷവും ഉണ്ടായി. ഇതൊരു പാർട്ട് 1 മാത്രമാണ്. ഹൈപ്പോട് കൂടി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ എന്നാൽ പ്രേക്ഷകരെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാതെ പോയ സിനിമകൾ നിരവധിയാണ്. ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റാതെ പോയ സിനിമകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കാം. നന്ദി, നമസ്കാരം.